സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഈ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞാലാണ് പ്രശ്നം. അതേസമയം തന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം ഹിന്ദുവിനെ കുറിച്ച് പറഞ്ഞാലും വലിയ പ്രശ്നമാണ്. അപ്പൊ ഹിന്ദുവായിട്ടുള്ള ഞാൻ ഹിന്ദുവിന്റെ ചില പ്രശ്നങ്ങളെ കുറിച്ച് തന്നെ പറയാം എന്ന് വിചാരിക്കുന്നു. വളരെ അത്ഭുതത്തോടെ ഒരല്പം ഭയത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു സംഗതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. തിരുനാവായല് ഇപ്പോ ആ ഒരു മാമാങ്കത്തിന്റെ ഭാഗമായിട്ട് മാഘമാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളും മറ്റൊക്കെ തുടങ്ങിയതിനുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല കാര്യം, അത് നടക്കണം. ഈ മലപ്പുറത്തെ സംബന്ധിച്ച് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ നിന്ന് എങ്ങനെ 10 പുത്തനുണ്ടാക്കാം, അവിടെ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് മാത്രം ആലോചിച്ച് നടക്കുന്ന ആളുകളാണ്. നമുക്കറിയാം ഈ ബൺമസ്ക എന്ന് പറയുന്ന പരിപാടി കൊച്ചിയിൽ എങ്ങാണ്ട് ഏതൊരു ഫാമിലിയാണ് ആദ്യം തുടങ്ങി. പക്ഷേ നിങ്ങളൊന്ന് നോക്കൂ, മലപ്പുറത്ത് മുട്ടിന് എല്ലാ മൂലക്കിലും നിങ്ങൾക്ക് ഇതിപ്പോ കാണാൻ കഴിയും. അങ്ങനെ എവിടേക്ക് ഒരു ബിസിനസ് സാധ്യതയുണ്ടോ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഏർപ്പാട് എവിടെയുണ്ടോ അവിടെ ഒക്കെ മലപ്പുറത്തുകാർ ബിസിനസ് തുടങ്ങും. നോക്കിക്കോളൂ, ഇപ്പോഴീ തിരുനാവായല് ബിസിനസ് പലതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓട്ടോക്കാർക്ക് ലാഭമാണ്, ബസ്സുകാർക്ക് ലാഭമാണ്, അവിടെ ഹോട്ടലുകാർക്ക് ലാഭമാണ്. ഇങ്ങനെ പല വിധത്തിൽ അവിടെ ഒരു ബിസിനസിന്റെ സാധ്യത കൂടി വളർന്നു വരുന്നുണ്ട്. പക്ഷേ അത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ആ ഒരു ബിസിനസ് ഉള്ളതെന്ന് അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത്. ഞാൻ എന്നെ പറയാനൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ചില പോസ്റ്ററുകളാണ്. ആ പോസ്റ്ററുകൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി എന്നാണ്. തിരുനാവായ കുംഭമേള ഹിന്ദു ബിസിനസ് സാധ്യതകൾ, അങ്ങനെയുണ്ട ഹിന്ദു ബിസിനസ് സാധ്യതകൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ തന്നെ ചെയ്യണം. ഹിന്ദു ബിസിനസ് സാധ്യതകൾ ഹിന്ദുക്കളായിട്ടുള്ള നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ഹിന്ദുക്കൾ തന്നെ അത്തരത്തിലുള്ള ബിസിനസ് ചെയ്യണം എന്നുള്ളതാണ്. പുണ്യഭൂമി TV എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു വാർത്ത എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ അത്ഭുതപ്പെടുത്തുകയും ഒരല്പം ഭയം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് ഞാൻ ഇതിനെപ്പറ്റി പറയും. നോക്കൂ, തിരുനാവായ കുംഭമേള ഹിന്ദു ബിസിനസ് സാധ്യതകൾ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ തന്നെ ചെയ്യണം. ഇത് ഇവർ തന്നെ ഇറക്കുന്ന വല്ല പോസ്റ്റാണോ എന്ന് വലിയ പിടുത്തമൊന്നുമില്ല. തിരുനാവായയിൽ നടക്കാൻ പോകുന്ന കുംഭമേള ഒരു ആചാരമോ ഉത്സവമോ മാത്രമല്ല, ലക്ഷക്കണക്കിന് സനാതന ധർമ്മ വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരു വലിയ സാമ്പത്തിക സാംസ്കാരിക അവസരമാണിത്. ഗംഭീര എഴുത്താണ് കേട്ടോ. സാമ്പത്തിക സാംസ്കാരിക അവസരം എന്നൊക്കെയാണ് അതിന് പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞില്ല, ഈ അവസരം ഹിന്ദുക്കൾ തന്നെ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തണം. കുറെ ഉപദേശങ്ങളാണ്, ഹിന്ദുക്കൾക്കുള്ള ഉപദേശങ്ങളാണ്. ഈ അവസരം ഹിന്ദുക്കൾ തന്നെ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തണം. കുംഭമേളയിൽ എത്തുന്ന ഭക്തർക്ക് ഏറ്റവും ആവശ്യമുള്ള സംഗതികൾ എന്തൊക്കെയാണ്? ലഘുഭക്ഷണങ്ങൾ, ചായ, കാപ്പി, കഞ്ഞി, പഴവർഗ്ഗ ജ്യൂസുകൾ, ശുദ്ധ സസ്യാഹാരം, നാടൻ വിഭവങ്ങൾ, തുണിത്തരങ്ങൾ, തോർത്തുമുണ്ട്, കസവ്, നാടൻ വസ്ത്രങ്ങൾ, ഭക്തർക്കായി ലളിതവും ശുദ്ധവുമായ വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുട്ടികൾക്ക് നാടൻ കളിപ്പാട്ടങ്ങൾ. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിന്റെ തൊട്ടടുത്ത വരിയാണ്, ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കളിപ്പാട്ടങ്ങൾ. അതെന്താണ് എന്റെ പടച്ചവന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട കളിപ്പാട്ടങ്ങൾ ഉണ്ടാ, ഇനി മുസ്ലിം സംസ്കാരവുമായി ബന്ധപ്പെട്ട കളിപ്പാട്ടങ്ങളുണ്ടോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാനിപ്പോ എന്റെ നാട്ടിലൊരു പൂരമാണ് നടക്കാൻ പോകുന്നത്. ഞാനിപ്പോ കളിക്കാൻ എന്റെ മകനുമായിട്ട് പോയ സമയത്ത് ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട കളിപ്പാട്ടങ്ങളൊന്നല്ല വാങ്ങിച്ചേ. ഒരു പ്ലാസ്റ്റിക് സാധനം അങ്ങനെ കറങ്ങി താഴെത്തും. പിന്നെ സ്ലൈമോ എന്നൊക്കെ പറയുന്ന സാധനം ഇങ്ങനെ കുട്ടികൾ അതിങ്ങനെ പിടിച്ച് എന്താ പറയാ ഒരു പശ പോലൊക്കെ ആക്കിയിട്ട് അതുകൊണ്ട് പല വസ്തുക്കളൊക്കെ, ഇങ്ങനത്തെ സാധനം എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ഹിന്ദുക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത കളിപ്പാട്ടമാണോ ഒന്ന് ആലോചിച്ച് വെക്കുന്ന സുഹൃത്തുക്കളെ. എജ്ജാതി വർഗീയ വർത്തമാനങ്ങളാണ് ഈ ഫേസ്ബുക്കിലും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിഭീകരമാണ്. ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കളിപ്പാട്ടങ്ങൾ. ഞാൻ പറഞ്ഞാൽ വിചാരിക്കണേ ലാസ്റ്റ് ഞാൻ ഇത് ഏതാ പോസ്റ്ററുകൾ കാണിച്ചു തരാം. പഴവർഗ്ഗങ്ങൾ, നാട്ടുപഴങ്ങൾ, ഉണക്കപ്പഴങ്ങൾ, ശുദ്ധവും ആരോഗ്യകരമായ ഭക്ഷണ വസ്തുക്കൾ, പൂജാദ്രവ്യങ്ങൾ, പൂക്കള്, സമിദ്ധങ്ങൾ, എന്താണ് കുങ്കുമം, ചന്ദനം, ദീപം, തിരി, അഗർബത്തി ആയിക്കോട്ടെ, സാമഗ്രികൾ, ഹവിസുകൾ, പൂജയിലെ അങ്ങനെ കൊണ്ടുപോയിടാനുള്ളത്, കരകൗശല വസ്തുക്കൾ, മരച്ചില്ല കരകൗശല വസ്തു, ലോഹം, കല്ല്, മണ്ണ് എന്നിവ നിർമ്മിച്ച വസ്തുക്കൾ സനാതന സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന കൈപ്പണി ആവണം കേട്ടോ. അതൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാലകള്, ജ്വല്ലറി ഐറ്റംസ്, രുദ്രാക്ഷം, തുളസി മാലകൾ, ഇതൊക്കെ ആവാം. ഇങ്ങനത്തെ സാധനങ്ങൾ, ദൈവിക ചിഹ്നമുള്ള ആഭരണങ്ങൾ, അത് കുരിശാണ്, പറ്റില്ല. അഭ്യർത്ഥന, എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും ഈ ബിസിനസ് സാധ്യതകൾ മുൻകൂട്ടി ചിന്തിച്ച് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ഹിന്ദു സമുദായത്തിനുള്ളിൽ തന്നെ ഈ സാമ്പത്തിക പ്രവാഹം നിലനിർത്താൻ ശ്രമിക്കണം. ഇത് മാപ്പിളാർക്കോ ക്രിസ്ത്യൻസിനോ ഇങ്ങനെ ബിസിനസ് നടത്താൻ അവിടെ അവസരം കൊടുക്കരുത് എന്നർത്ഥം. എങ്ങനെയുണ്ടാ?
അപ്പൊ ഇത്തരം ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഇമാതിരി ചില വർഗീയ പരിപാടികൾ കൂടി ഇതിന്റെ ഇടയിൽ കൂടി നടക്കുമെന്നുള്ള കാര്യം ഞാനൊക്കെ മുന്നേ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ പച്ചയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ വർഗീയ വർത്താനം ഇത്തരം ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ബിസിനസിന്റെ ലാഭം ആർക്കേ കിട്ടാൻ പാടുള്ളൂ? ഹിന്ദുക്കൾക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്നുള്ള പോസ്റ്റാണ് ഈ കാണുന്നത്. നമ്മുടെ മലപ്പുറത്ത് ഇതൊക്കെ നടക്കുമെന്നുള്ളതാണ്. എന്തിലൊക്കെ ആവട്ടെ, എന്തായാലും കഴിഞ്ഞില്ല. ഹിന്ദു സമയത്ത് തന്നെ നിലനിർത്താൻ ഈ പ്രവാഹം, ഇത് ഭയങ്കര പ്രവാഹമാണല്ലോ. ആചാരവും ആത്മീയതയും മാത്രമല്ല, ആത്മനിർഭരതയും ഹിന്ദുവിന്റെ ശക്തിയാണ്. എന്താണ് അവർ? കുംഭമേള ഹിന്ദുവിന്റെ വിശ്വാസം മാത്രമല്ല, ഹിന്ദുവിന്റെ ഭാവിയും ആകണം. ഇതെവിടെ വെച്ച് നിൽക്കരുത്, എല്ലാ വർഷവും വേണം നടത്താം. ധർമ്മം, സംസ്കാരം, സമ്പദ് വ്യവസ്ഥ മൂന്നും കൂടി ഒന്നിച്ചാൽ മാത്രമേ ഹിന്ദു ഉയരൂ എന്നുകൂടി കാണുന്നു. ഇനിയിപ്പോ ഇത് ഞാൻ ഉണ്ടാക്കിയൊന്നും കാണണ്ട, ഇത് കൃത്യമായിട്ടും ഇതാ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത്. കണ്ടില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ ഇതാ കൃത്യമായിട്ട് ഞാൻ വായിച്ചതൊക്കെ ഇതിൽ ഇങ്ങനെയുണ്ട് കേട്ടാ. ഇത് ഞാനാണ് നിങ്ങൾക്ക് വായിച്ചു തന്നത്. ഒരു പോസ്റ്റർ കൂടി അവർക്ക് ഇങ്ങനെയുണ്ട്, കണ്ടില്ലേ? തിരുനാവായ കുംഭമേള ഹിന്ദു ബിസിനസ് സാധ്യതകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ തന്നെ ചെയ്യണം. പുണ്യഭൂമി TV. നിന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത്രയ്ക്ക് വളരെ വൃത്തിയായിട്ട് വർഗീയ വർത്തമാനങ്ങളും മറ്റൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. അതിനൊപ്പം തന്നെ ഹിന്ദു മലയാളം എന്ന് പറയുന്ന സംഗതി, മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയിൽ ഭാരതത്തിലെ എല്ലാ ആളുകളും പങ്കെടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ബൃഹത്ത് സംഘടന ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. മലപ്പുറത്ത് കുംഭമേള, ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളും പങ്കെടുക്കണം, പ്രവാസി ഹിന്ദുക്കളും പങ്കെടുക്കണം. പ്രവാസി ഹിന്ദുക്കൾ എന്ന് എഴുതിയിട്ടില്ല, എന്നാൽ പറഞ്ഞതാണ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ താഴത്ത് അവർ എഴുതി വെച്ച ചില കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കേണ്ടത്. നോക്കിയേ. ഹിന്ദു സംഘടനകൾ തയ്യാറെടുക്കുക, എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കുക, നവഹിന്ദുവിൻ്റെ മണ്ണ്, നാവാമുകുന്ദൻ്റെ മണ്ണ്, വാപ്പ വിജയേട്ടന് പുണ്യസ്നാനം. എനിക്കത് മനസ്സിലായില്ല, അതെന്താണെന്ന് മനസ്സിലായില്ല. വാപ്പ വിജയേട്ടന് പുണ്യസ്നാനം. ഇനി വിജയേട്ടൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിണറായി വിജയന്റെ രക്ഷിതാവിനൊക്കെ ഒന്ന് ഇവന്മാര് സ്മരിച്ചതാണോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് വെറും ഒരു ആഘോഷം മാത്രമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. ഇതിൻ്റെയൊക്കെ പുറകിൽ നല്ല കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക. ആ രാഷ്ട്രീയ അജണ്ടയെ സമാധാനം പുലരണം. ഞാൻ പച്ച മലയാളത്തിൽ സമാധാനം ഉണ്ടാവണം. ഇത്ര കാലം ഈ മലപ്പുറം എന്ന് പറഞ്ഞ പ്രദേശത്ത് കലാപങ്ങളൊന്നും പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല. ഏത് വിധത്തിലുള്ള ആഘോഷമായാലും ഒരു ഈവൻ അമ്പല കമ്മിറ്റിയിൽ പോലും മുസ്ലിങ്ങൾ അംഗമുള്ളതാണ്. ഇവിടുത്തെ പള്ളി കമ്മിറ്റിയിലത്തെ പ്രോഗ്രാമുകൾക്ക് പോലും ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ പങ്കെടുക്കാറുണ്ട്. അല്ലെങ്കിൽ അവരെ കമ്മിറ്റിയിൽ പോലും ചിലപ്പോൾ ഒരു ഇടം നേടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ വളരെയധികം സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ചിട്ടും മറ്റൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇവ നാട്ടിലൊരു ചെറുപ്പക്കാരാണ്, അവന് ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പ്രത്യേക ജുമൊക്കെ വിളിച്ച് ആ ജുമയിൽ അവനോട് പ്രാർത്ഥിക്കുകയും അവന് വേണ്ടി പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യപ്പെടുന്നൊക്കെ പള്ളി കമ്മിറ്റികളൊക്കെ ഉള്ള ഒരു നാടാണ്. പെരിന്തൽമണ്ണയിൽ ഒരു അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ വാതിൽ കത്തി നശിച്ച സമയത്ത് പിറ്റേ ദിവസം ആ ഒരു പ്രദേശത്തേക്ക് ആദ്യം എത്തിയത് തങ്ങൾ ഫാമിലി ഒരു മഹാനാണ്. അത് എത്തുക മാത്രമല്ല ആ വാതില് പുതുക്കി പണിയുള്ള തുക ഓഫർ ചെയ്തിട്ട് കൂടി പോയ ഒരു നാട് കൂടിയാണ് ഇത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് സുന്ദരമായിട്ട് പോകുന്ന ഒരു നാടാണ് ഈ നാടിനെ. ഇത്തരം നമ്മൾ കണ്ണി കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ ആലോചിച്ചിട്ടില്ലാത്ത, ഉത്തരേന്ത്യയിൽ മാത്രമുള്ള, അവിടെ മാത്രം ആചാരപരമായിട്ട് ഐതിഹ്യപരമായി നടത്താൻ സാധിക്കുന്ന കുംഭമേളകൾ നമ്മുടെ നാട്ടിലേക്ക്, അതും മലപ്പുറം പ്രദേശത്തേക്ക് വരുന്നത് വെറും ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ വെറും ഒരു ബിസിനസ്സായിട്ടോ മറ്റൊന്ന് കരുതുന്നതിനേക്കാളപ്പുറം ഇതിന് ചില രാഷ്ട്രീയ സാധ്യതകളുണ്ട്. അത് ഈ BJP RSS ഹാൻഡിലൊക്കെ കൃത്യമായിട്ടും അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നീങ്ങുന്നത്. അതിനെ എന്താ പറയുക, നല്ല മനസ്സോട് കൂടിയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുകയും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നമ്മൾ വീണ്ടും പഴയ മലപ്പുറത്തുകാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് സുന്ദരമായിട്ട് നീങ്ങണമെന്നുള്ളതാണ്. അത് അങ്ങനെയൊക്കെ അത്ര നടക്കുള്ളൂ എന്നാണ്
എൻ്റെയും വിശ്വാസം. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ. നല്ല തെറി കേൾക്കുന്നുണ്ട്, അത്യാവശ്യം വേണ്ടാത്ത ഭീഷണിയുണ്ട്. പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ സപ്പോർട്ടില്ലാതെ ഇമാതിരി ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധ്യതകളൊക്കെ വളരെ കുറവാണ്. സപ്പോർട്ട് ആവശ്യമാണ് വളരെയധികം. ബൈ.